നമസ്കാരം. ഒരു വീഡിയോ വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തുന്ന താരസംഘടന അമ്മയുമായിട്ടുള്ള വിഷയം തന്നെയാണ്. ഞാൻ അത്തരം വീഡിയോകളൊന്നും ഇപ്പം വളരെ കുറച്ചാണ് ചെയ്യുന്നത്. എങ്കിൽ ഇന്നൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, കഴിഞ്ഞ കുറേ ദിവസമായി അവിടുത്തെ വിഷയങ്ങൾ വരുവാണ്. ടിനി ടോമും അൻസിബയുമായിട്ടുള്ള വിഷയം, അൻസിബയും ലക്ഷ്മിപ്രിയയുള്ള വിഷയം, അതോടൊപ്പം അതുല്യ ആയിട്ടുള്ള വിഷയം, അതുല്യയുടെ സെക്യൂരിറ്റിയുമായിട്ടുള്ള വിഷയം, സെക്യൂരിറ്റി അതുല്യയെ ഫോൺ ചെയ്ത് പറഞ്ഞ വിഷയം, അതൊക്കെ ഇന്നലെയൊക്കെ വാർത്ത വന്നു. ഇന്നൊരു വാർത്ത കാണാനിടയായി. റിപ്പോർട്ടർ ടിവിയിലാണ് വാർത്ത കണ്ടത്. എനിക്കറിയാം, റിപ്പോർട്ടർ ടിവിയിൽ ഒരു വാർത്ത കണ്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാനാണ് ഒരു കാര്യം പറയുന്നത്. താരസംഘടന അമ്മയ്ക്കുള്ളിലെ പല വിവാദങ്ങളും പല ആളുകളിൽ നിന്നും വാർത്തകൾ പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ റിപ്പോർട്ടർ ടിവിയിൽ തന്നെ വന്നിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ മറ്റ് ചാനലുകൾ വന്നിരുന്നുണ്ട്, താരസംഘടനയിലെ ഒരു മെമ്പർ എന്ന് അവകാശപ്പെടുന്ന ഒരാൾ വന്ന് പറയുന്നുണ്ട്, എങ്ങനെയാണ് യൂട്യൂബറിന് വാർത്ത ചോർത്ത് കിട്ടുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് 16 ക്യാമറയായിരുന്നു സ്ഥാപിച്ചു. പിന്നീട് 30-31 ക്യാമറ സ്ഥാപിച്ചു എന്ന് അവിടെ പറയപ്പെടുന്നു. അതിലെല്ലാം സൗണ്ട് റെക്കോർഡിങ്ങുള്ള ക്യാമറകൾ പലതും സ്ഥാപിച്ചു. ആ സൗണ്ട് റെക്കോർഡിങ്ങുള്ള ക്യാമറ പലതും സ്ഥാപിച്ചിട്ട് ആ ക്യാമറ കാണാനുള്ള അവകാശം, മൊബൈൽ കാണാനുള്ള അവകാശം, അതിൻ്റെ റെക്കോർഡിംഗ് എല്ലാം കേൾക്കാനുള്ള അവകാശം സെക്രട്ടറിയായ കുക്കു പരമേശ്വറും ട്രഷററായ ഉണ്ണി ശിവാനും മാത്രമാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ ക്യാമറയിലുള്ള റെക്കോർഡിങ് എന്നുവെച്ചാൽ CCTV എന്ന് പറയുന്നത് അത് സ്ഥാപനത്തിൻ്റെ ആവശ്യമാണ്. ആ CCTV വെക്കുമ്പോൾ തന്നെ സൗണ്ടുള്ള CCTV ആണ് ആദ്യം വെച്ചിരുന്നില്ല. പിന്നീട് അത് വെച്ചത് പോലും അറിയാത്ത എക്സിക്യൂട്ടീവ് മെമ്പർമാരുണ്ടായിരുന്നു. ഇന്നലെ മുഹമ്മദിൻ്റെ ഒരു ഓഡിയോ, അതുല്യമായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ പുറത്തു വന്നു. അത് കുക്കു പരമേശ്വരനാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്നുള്ള നിലയിലേക്കാണ്. അങ്ങനെ അതുല്യനെയും മുഹമ്മദിനെയും ചേർത്ത് അവിഖ്യാതികളുണ്ടാക്കി. അത് ഇതിൻ്റെ ഒക്കെ പിന്നിൽ കുക്കു പരമേശ്വരൻ എന്നെ കൊണ്ട് നിർബന്ധിച്ച് പല കാര്യങ്ങളും പറയിപ്പിച്ചു. അങ്ങനെ ചില സമയത്ത് പറയേണ്ടായി വന്നു. പിന്നീട് അത് എക്സിക്യൂട്ടീവ് യോഗത്തിൽ കൃത്യമായി തന്നെ അക്കമിട്ട് പറഞ്ഞു. 12 പേർ അടങ്ങുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ എന്നൊക്കെ ചെയ്തു എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് മെമ്പർമാരുൾപ്പെടെ അത് ഒളിച്ചു വെക്കുന്ന ഒരു സാഹചര്യം വേണ്ടി. അപ്പോഴാണ് അതുല്യയ്ക്ക് വീണ്ടും അത് പുറത്തു വിടേണ്ട അവസരമുണ്ടായത്. ഇത് പറഞ്ഞു വരുന്നത് CCTVയിൽ അവിടെ റെക്കോർഡിംഗ് ആവുന്നത് അത് അമ്മയ്ക്കുള്ളിലെ സംഭവം തന്നെയാണ്, ഇല്ല എന്നാർക്കും പറയാൻ കഴിയില്ല. അതിൻ്റെ വീഡിയോയും ഓഡിയോയും ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. അത് റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ചു. റിപ്പോർട്ടർ ടിവി കൃത്യമായിട്ട് പറഞ്ഞു ഇത് വളരെ ഗുരുതരമാണെന്ന് റിപ്പോർട്ടർ ടിവിയിലെ ആങ്കർ പറയുന്നുണ്ട്. മാധുവാണ് അത് അവതരിപ്പിച്ച. മാധു പറഞ്ഞു ഇത് വെറുതെ ഗുരുതരമാണല്ലോ, CCTVയിലെ ഓഡിയോ ഒക്കെ നമുക്ക് ലഭിച്ചത്, അത് അതിൻ്റെ ഉള്ളിൽ പോലീസൊക്കെ അന്വേഷിച്ച് CCTVയുടെ ഭാഗം നമുക്ക് കിട്ടും, അത് ഗുരുതരമാണെന്ന് പറയുമ്പോൾ റിപ്പോർട്ട് ചെയ്യാവുന്ന ലേപി പറഞ്ഞു അത് അതിൻ്റെ ഉള്ളിലെ പ്രശ്നമാണ്, നമ്മളത് അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. സത്യമാണ്. അമ്മ ഓഫീസിലെ CCTVയിലെ ഓഡിയോ സംഭാഷണം റിപ്പോർട്ടിന് ലഭിച്ചു. അമ്മ ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ അവിടുത്തെ ആളുകൾ അറിയാതെ പുറത്തേക്ക് വരുമോ? ഇത് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് പുറത്തേക്ക് വിട്ട ഒരു ഓഡിയോ ആണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? നമുക്കറിയാം, നമുക്ക് വാർത്ത കിട്ടും, നമ്മൾ കൊടുക്കുക. അത് റിപ്പോർട്ടർ ടിവി കൃത്യമായിട്ട് ചെയ്തു. നമുക്ക് വാർത്ത കിട്ടുന്ന കാര്യം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അത് തന്നത് ആരാണ് എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷേ നമുക്ക് ഒരു മാധ്യമപ്രവർത്തകർ അത് ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉറവിടം എന്താണെന്ന്, ആരാണ് നമുക്ക് തന്നതെന്ന് പറയേണ്ട കാര്യം നമ്മുടെ ജീവിതത്തിലില്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വാർത്തകൾ ചോരുന്നില്ലേ? അങ്ങനെ വാർത്തകൾ ചോരുന്നുണ്ട്. അങ്ങനെയാണല്ലോ കഴിഞ്ഞ ദിവസമൊക്കെ ചാനൽ ചർച്ചയിൽ വന്നിട്ട് എൻ്റെ കുറച്ച് തെളിവുകളുണ്ട്, ഞാൻ കുറേ കേട്ടു, ഇതൊക്കെ കേട്ടിരുന്ന പല വിഷയങ്ങളുണ്ട്, ഞാൻ ഇത്ര മണിക്കൂറൊക്കെ സാധനങ്ങൾ കേട്ടിട്ടുണ്ട്, അത് പുറത്തു വിടും, അത് ഉടനെ പുറത്തു വരും. ആ വ്യക്തി തന്നെ പല ആൾക്കാരെ വിളിച്ച് ഇങ്ങനെ പുറത്തു വരണമെന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ മനസ്സിലാക്കണം, അത് ഗുരുതരമാണ്. അത് അമ്മയിൽ അവിടെ വരുന്ന ആ മീറ്റിങ്ങിൽ വരുന്ന പല ആളുകളും പല അംഗങ്ങളും അത്ര സൗഹൃദമൊക്കെ ഉണ്ടാകും. ആ സൗഹൃദത്തിൽ അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, സ്വാഭാവികമാണ്. നമ്മളും സംസാരിക്കും നമ്മുടെ ഓഫീസിൽ. ചിലപ്പോൾ അവിടെ വരുമ്പോൾ ഹഗ് ചെയ്യുന്നുണ്ടാവും, അത് സൗഹൃദമായിരിക്കും. അതൊക്കെ പുറത്തു വിടുന്നത് ഇവരിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയാൻ, ഈ രക്ഷപ്പെടാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത കുക്കു പരമേശ്വരൻ അത് ചെയ്യും എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. നമുക്ക് വൈരാഗ്യ ബുദ്ധികളായിരിക്കുമല്ലോ എല്ലാവർക്കും, അവരവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി എന്തും ചെയ്യും. അപ്പോൾ ആ ഓഡിയോ ആരാണ് കൊടുത്തത്, ആ CCTV ദൃശ്യങ്ങൾ ആരാണ് കൊടുത്തതെന്നോ ആർക്ക് കൊടുത്തു എന്നുള്ളതല്ല അതിനകത്ത് വിഷയം. കൊടുക്കൽ വാങ്ങലുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ വാർത്ത ചെയ്യാനാണ് വാർത്താ മാധ്യമങ്ങൾ നിൽക്കുന്നത്. അത് ഞാനാണെങ്കിലും അത് ആർജവത്തോട് തൻ്റെ ഇടത്തോടു കൂടി റിപ്പോർട്ടർ ടിവി വാർത്തയാക്കുകയും ചെയ്തു. അത്തരം ഒരു സംഭവം തുടങ്ങും. അപ്പോൾ ഏറ്റവും ഗുരുതരമാണ് അതിൻ്റെ ഉള്ളിലെ സംസാരം. ട്രാപ്പ് ചെയ്ത് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നു, അതും തെറ്റാണ്. അതിൻ്റെ ഉള്ളിൽ ആ മൊബൈലിൽ ഷൂട്ട് ചെയ്യണം, ചിലപ്പം ആ അനുവാദത്തോടുകൂടി ഷൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണല്ലോ മുഹമ്മദിനെ കൊണ്ട് അങ്ങനെയൊക്കെ ഒരു നാടകം ചെയ്യാൻ പോയി, മുഹമ്മദിനെ കൊണ്ട് റെക്കോർഡ് ചെയ്തു, മുഹമ്മദ് ഇതൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് കൃത്യമായ മറുപടി വരുന്ന അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തന്നെയാണ്. ഇത് ഗുരുതരമല്ല എന്നുള്ളത്. ഇനി മുഹമ്മദ് തെളിയിക്കണം. മുഹമ്മദിൻ്റെ ഇത് വ്യാജനാണ്, മുഹമ്മദ് പറയും വ്യാജനാണെന്ന് പറയുകയുണ്ടായി. അത് മുഹമ്മദ് തെളിയിക്കേണ്ട ആവശ്യമുണ്ട്.
അതിലെയുമായി ചേർത്ത് പറഞ്ഞത് വ്യാജമാണ് എന്ന് പറഞ്ഞാണ് വാർത്തകൾ വരുന്നത്. അത് മുഹമ്മദും തെളിയിക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ അവിടെ നിന്ന് വാർത്ത ചോരുന്നത് അങ്ങനെ ചോരില്ലേ? അവിടുത്തെ ക്യാമറയിൽ പതിയുന്ന എല്ലാം കാണാൻ അവകാശമുള്ള ട്രഷറിനും സെക്രട്ടറി കുക്കു പരമേശ്വരനുമാണ്. ഈ സംഭവം ഉണ്ടായി വിവാദമാകുന്ന സമയത്ത് അതിൻ്റെ ആ പിറ്റേ ദിവസം തന്നെ വലിയ വിഷയം ഉണ്ടായിട്ട് CCTVയിലെ ആഡ് ഡിസ്കിലുള്ള എല്ലാ ഫയലും ആ CCTV വെച്ച ആളെ വരുത്തി കോപ്പി ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. കുക്കു പരമേശ്വരൻ കോപ്പി ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്തൊക്കെയുണ്ടോ കുക്കുവാണ് ഇത് തീരുമാനിക്കേണ്ടത്. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ കട്ട് ചെയ്ത് കളയാനും കുക്കുവിന് കഴിയാം. ഇതൊന്നും മനസ്സിലാകാത്ത മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്താ പറയുക അല്ലേ? അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി എന്തൊക്കെ ഓഡിയോ പുറത്തു വരുമെന്ന് കാത്തിരുന്ന് കാണാം. ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയും വരുന്നുണ്ട്. അല്ല വാർത്ത ഒരാൾ അവിടെ ഇരുന്നിട്ട് എഴുതി ഉടനെ കേട്ടിട്ട് എന്നെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റോ യൂട്യൂബ് ചാനൽ ചോർത്ത് തരുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോഴും അതിലും വലിയതായിട്ട് അവിടെ മീറ്റിംഗ് റൂമിൻ്റെ ഉള്ളിൽ വരെ എന്നാ ഒരു സ്ഥലത്ത് മീറ്റിംഗ് റൂമിൻ്റെ ഉള്ളിലും ഓഡിയോ സംഭാഷണം. അപ്പോൾ അവിടെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ കൂടുന്ന മീറ്റിംഗ് റൂമിൻ്റെ ഉള്ളിൽ വരെ സൗണ്ടുള്ള ക്യാമറ. വാർത്ത ചോർത്തുന്ന ആരാണ് ഇറങ്ങണം മനസ്സിലായില്ലേ? ഇതാണ് സത്യം. അതൊന്ന് പറയണമെന്ന് ഓർത്തുകൊണ്ട് മാത്രം വീഡിയോ ചെയ്തതാണ്.